വന്നപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. കാരണം അങ്ങ് ആയിരക്കണക്കിന് മൈലുകൾ അകലെ കേരളത്തിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറി പാർത്ത അല്ലെങ്കിൽ ജീവനാർത്ഥം നിങ്ങളുടെ താമസവും ഇങ്ങോട്ട് മാറ്റിയ ആയിരക്കണക്കിന് മലയാളികൾ ഇവിടെ ഒത്തുചേരുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം. നമ്മൾ വിവിധ ജാതികളിൽപ്പെട്ടവരുണ്ട്, മതങ്ങളിൽപ്പെട്ടവരുണ്ട്, രാഷ്ട്രീയ വിശ്വാസങ്ങളിൽപ്പെട്ടവരുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇവിടെ ഒത്തുകൂടുമ്പോൾ നമുക്ക് ഒറ്റ വിചാരമേ ഉള്ളൂ: നാം മലയാളികളാണ്, നാം കേരളീയരാണ്, നാം ഇന്ത്യക്കാരാണ്. ഓണം എന്നുള്ളത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് പ്രോസ്പെരിറ്റി, ദാറ്റ് ഷോസ് ദ പ്രോസ്പെരിറ്റി ഓഫ് എ കൺട്രി ഓർ എ റീജിയൻ. നമ്മുടെ നാട്ടിൽ പണ്ട് ഏറ്റവും സന്തുഷ്ടമായ കാലം ആണ് നാം ഓണക്കാലത്തെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ ആഘോഷം നമ്മുടെ കൊയ്ത്ത് കാലവുമായ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു കൊയ്ത്ത് ഉത്സവമാണ് ഓണം. കൊയ്ത്തുകാലം എന്ന് പറയുമ്പോൾ ധന്യതയുടെ, സാമ്പത്തികതയുടെ, സമ്പന്നതയുടെ കാലമാണ് ഓണം. മലയാളി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ആഘോഷിക്കുന്ന സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായ ഒരു ഉത്സവമാണ്. ഒരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തെക്കാൾ കൂടുതൽ ഓണം ശരിക്കും ആഘോഷിക്കുന്നത് വിദേശികളാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ലോകമെമ്പാടും ആഘോഷിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലുള്ള മലയാളികൾ ആഘോഷിക്കുന്ന മഹനീയമായ ഒരു ഉത്സവമാണ് തിരുവോണം. ജാതിമതഭേദമന്യേ ഉള്ളവനും ഇല്ലാത്തവനുമുള്ള വ്യത്യാസമില്ലാതെ കേരളത്തിൽ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ എല്ലാവിധ ഓണാശംസകളും ഫോമയുടെ പേരിൽ നിങ്ങൾക്ക് അർപ്പിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.
നാഥനായി വാഴുമേക ദൈവം